ഇന്ന് നമുക്ക് ചപ്പാത്തിൻ്റെ ചീസ് റോൾ ഉണ്ടാക്കിയാലോ? കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. എപ്പോഴും കറിയും ഇത് തന്നെയുള്ള കംപ്ലൈൻറ്റ് നമുക്ക് ഒഴിവാക്കി കിട്ടാം. കറിയും ചപ്പാത്തിയും അതൊന്ന് മാറ്റി പിടിക്കാം നമുക്ക്. ഓക്കെ. പിന്നെ ഇതിൽ നമ്മൾ ബട്ടറും ചീസെല്ലാം ചേർക്കുന്നുണ്ട്. അത് കുട്ടികൾക്കെല്ലാം നല്ലതാണല്ലോ. അവരെ ബുദ്ധി വളർച്ചയ്ക്ക് ഇതിലെല്ലാം ബട്ടറും ഇതൊക്കെ നല്ലതാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ചപ്പാത്തി ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയുന്നില്ലേ? ഉപ്പും വെള്ളവും പിന്നെ ആട്ടയും കൂട്ടിയിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുക. ഞാൻ ഇവിടെ മടക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ഒരു ബൗളിലേക്ക് 2 മുട്ട, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ബട്ടർ വെച്ചിട്ടാണ് ബട്ടർ തടവി കൊടുക്കുക. അതിലേക്കാണ് നമ്മൾ ഈ മുട്ട ഒഴിച്ചു കൊടുക്കുന്നത്. ബീറ്റ് ചെയ്ത മുട്ട ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസ്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉള്ളി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും നമുക്കിതിൽ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളെ കുട്ടികൾ ഏത് വെജിറ്റബിൾസ് ആണോ കഴിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇത് നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചിക്കനോ പിന്നെ ബീഫോ അതെല്ലാം നല്ലോണം വേവിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അതേപോലെ പനീറും നല്ലതായിരിക്കും, കുറച്ചും കൂടി ഹെൽത്തിയും കൂടി ആയിരിക്കും. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്. ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചപ്പാത്തി വെച്ച് ഒന്ന് മറച്ചിടുക. ഇത് വളരെ ഈസിയാണ്. കുട്ടികൾക്കൊരു ചേഞ്ച്. എപ്പോഴും കറിയും ചപ്പാത്തിയും തിന്നുന്നതിന് പകരം ഇതാകുമ്പോൾ കുട്ടിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടും. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കും. സോസിൻ്റെ വേണമെങ്കിൽ ആ സോസിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. സോസ് ഒഴിക്കണമെന്നില്ല. ചെറിയ മക്കളെല്ലാം ആകുമ്പോൾ സോസ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പം ഇത് നമ്മളെ ചപ്പാത്തി ചീസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടൊക്കെ തന്നെ ഇത് കൊടുക്കണം. കാരണം ചൂട് തണിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചൂടോടൊക്കെ ഇത് സെർവ് ചെയ്യാം. അപ്പം ഇങ്ങനത്തെ ഈസിയുള്ള കുട്ടികളെ പറ്റിക്കാൻ പറ്റിയ ട്രിക്കുമായി വേറെയും വരുന്നതായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും പിന്നെ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യുക. വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.